കലാകാരന്മാരോടൊപ്പമാണ് സർക്കാരുള്ളത്. അവർക്ക് കേരളത്തിൽ അത്തരത്തിൽ കലാപ്രകടനം നടത്താനുള്ള എല്ലാ സംരക്ഷണവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഞാനത് മനസ്സിലാക്കിയതിൽ നിന്നും അതൊരു നാടകാവതരണമാണ്. ഒരു നാടകത്തിൽ ആ നാടകം ആവശ്യപ്പെടുന്ന ഒരു പെർഫോമൻസ് ആണ് അവിടെ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു നാടകം, ആ നാടകത്തിന്റെ പ്രമേയത്തിനനുസരിച്ചിട്ടാണ് കലാകാരന്മാർ വേദിയിലേക്ക് വരുന്നത്. അതിനെ ഏതെങ്കിലും രൂപത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിനോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ അത് ആ കലാകാരന്മാരോടൊപ്പമാണ് സർക്കാരുള്ളത്. അവർക്ക് കേരളത്തിൽ അത്തരത്തിൽ കലാപ്രകടനം നടത്താനുള്ള എല്ലാ സംരക്ഷണവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. മറിച്ചുള്ള പ്രചരണങ്ങൾ ആരാണെങ്കിലും അതിൽ നിന്ന് പിന്മാറണം. കാരണം ഇതൊരു കലാരൂപമാണ്. ആ കലാരൂപം നാടകാവതരണമാണ്. ആ നാടകത്തിൽ നാടകം ആവശ്യപ്പെടുന്ന രൂപത്തിലാണ് കഥാപാത്രങ്ങൾക്ക് അത് അവതരിപ്പിക്കുന്നവർക്ക് വേദിയിൽ വരേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ ആ സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുക. ഗവൺമെന്റിന്റെ നിലപാട് ഇത്തരത്തിൽ കലാകാരന്മാരുടെ കൂടെയാണ്. ആരാണെങ്കിലും അതിനിപ്പോ നമ്മൾ രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല. അപ്പോ ആദ്യം അതിന്റെ കുറച്ച് വീഡിയോസ് മാത്രമാണ് പുറത്തു വന്നത്. കട്ട് ചെയ്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നു. പിന്നീട് അതിന്റെ പ്രവർത്തകർ തന്നെ ഇത് നൃത്തമൊന്നുമല്ല, ഇതൊരു അവതരിപ്പിക്കപ്പെട്ട ഒരു നാടകത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നീട് അതിന്റെ ബാക്കി ഭാഗങ്ങളും അതിന്റെ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഘാടകരാണ്, അവരും അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ആൾക്കാർക്ക് മനസ്സിലായ സ്ഥിതിക്ക് ആ കലാകാരന്മാരോടൊപ്പമാണ് നിൽക്കേണ്ടത്. അത് ഇപ്പോൾ ഇവരാണെങ്കിലും നാളെ വേറെ ഒരാളാണെങ്കിലും നമ്മുടെ ഈ നിലപാടേ ഉള്ളൂ. ഞങ്ങൾ അവരുടെ കൂടെയാണ്, കലാകാരന്മാരുടെ കൂടെയാണ്.